നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഹോട്ടൽ മുറിയിൽ ശിവശങ്കറിന്റെ അടുത്തേക്ക് രാജീവും വരുവാണ്. രാജീവും വന്നു കഴിഞ്ഞപ്പോൾ ശിവശങ്കർ ചോദിച്ചു, എന്തായടാ കാര്യങ്ങളൊക്കെ സെറ്റായെന്ന് പറഞ്ഞുകൊണ്ട് രാജീവിനെ ബെഡിലേക്ക് അങ്ങോട്ട് ഇരുന്നു. എങ്ങനെ ശിവേട്ട, ഒരു 10-25 ഏക്കർ ഒരു റബ്ബർ തോട്ടമുണ്ട്. ആ തോട്ടത്തിലെ ഒറ്റ വീട്, സംഗതി സേഫാ. അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ പോലും ആരും അറിയാനായിട്ട് പോകുന്നില്ല. എടാ ഇത് സെറ്റാകുമോ? പിന്നെ ഇത് മുരളീകൃഷ്ണൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മുരളീകൃഷ്ണൻ നമ്മളെ ചതിക്കുമോ? ചതിക്കാനോ? എൻ്റെ പെങ്ങളുടെ കിട്ടിയവനല്ലേ, അവൻ ചതിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ അവൻ ആ പുഞ്ചക്കരയിൽ 10-25 ഏക്കർ റബ്ബർ തോട്ടം മേടിച്ചിട്ടിട്ടുണ്ട്. അവനിങ്ങനെ ഇടയ്ക്ക് മേടിച്ചിടാറുണ്ട്. ഓരോ സ്ഥലത്തും അവനിങ്ങനെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മേലുകാവിന് അപ്പുറത്താ, അങ്ങോട്ടേക്ക് ആരും അങ്ങനെ പോവാറൊന്നും പോകുന്നില്ല. ഇടയ്ക്ക് അവിടെ താമസക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്യുന്ന 1-2 പേര്. അവരിപ്പോൾ അവിടെ ഇല്ല, അവർ പോയേക്കുക. അതുകൊണ്ട് വീട് പൂട്ടിക്കിടക്കുക. ഇത് തന്നെ പറ്റിയ സമയം എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരനും ഭയങ്കര സന്തോഷമായി. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അലീന ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. കാരണം വൈകുന്നേരം ഗോവർദ്ധൻ്റെ വൈഫ് സുലോചനയായിരിക്കും ഹോസ്പിറ്റലിൽ വൈജയെ നോക്കാനായിട്ട് നിൽക്കാൻ വരുന്നത്. ആ സമയത്ത് അലീന വീട്ടിലേക്ക് പോകും. അപ്പം അലീനയെ വീട്ടിൽ കൊണ്ടേ ആക്കേണ്ട ചുമതല ആർക്കാം? ഗോവർദ്ധനാണ്. ഈ സമയത്ത് ശിവേണ്ണ ഒരു കാര്യം ചെയ്യണം, നൈസായിട്ട് ഗോവർദ്ധനെ വിളിക്കണം. ഒരു കാരണവശാലും അലീനയെ കൊണ്ടുവിടാനായിട്ട് ഗോവർദ്ധനം പോവരുത്. പിന്നീട് അലീന ഒന്നെങ്കിൽ ബസ് പിടിക്കാൻ നോക്കും, ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ. പക്ഷെ രണ്ടിലും കയറരുത്. നമ്മുടെ ആളുകൾ അവളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എടാ ഒരിടത്തും പണി പാളല്ല, അറിയാലോ. പണിയൊന്നും പാളാൻ പോകുന്നില്ല. പിന്നെ ശിവേട്ടൻ ഒരു കാര്യം ചെയ്യണം, പോലീസിൻ്റെ കാര്യം ശിവേട്ടൻ നോക്കണം. ഞാൻ നോക്കട്ടെ. SP നമ്മുടെ ആളാ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇത് കേട്ടപ്പോൾ രാജുവും പറഞ്ഞാ, എന്നാ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ, ബാക്കിയൊക്കെ നമുക്കിനി നേരിട്ട് കാണാമെന്ന് പറയണം. അങ്ങനെ അലീനയെ കടത്തിക്കൊണ്ട് പോകാനുള്ള തന്ത്രങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുവാണ്. ഇതേ സമയം അലീന വൈജയെ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ വൈജയുടെ ദേഹത്തെ ആ മുറിവുകളൊക്കെ അതൊക്കെ പതുക്കി ഇങ്ങനെ ദേഹത്തൊന്ന് തുടച്ചൊക്കെ കൊടുക്കണമല്ലോ. ചെറിയ ചെറിയ പോറലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കാനായിട്ട് പഞ്ഞിയൊക്കെ എടുത്ത് അങ്ങനെ തുടയ്ക്കാൻ ചെല്ലുമ്പത്തേനും വൈജയന്തി സമ്മതിക്കുന്നില്ല. ഒരു കൈക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ കയ്യിലേക്ക് ഇങ്ങനെ തുടച്ചു കഴിയുമ്പോഴത്തേനും കൈ ഇങ്ങനെ മാറ്റുവാണ്. ഇത് കണ്ടുകൊണ്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, എന്താ വേദന ഉണ്ടോയെന്ന് ചോദിക്കണം. അലീന പറഞ്ഞു, വേദന ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണം. പക്ഷെ അലീനയെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, ഇങ്ങതാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നേഴ്സ് ചെയ്യുമ്പോഴത്തേന് ഒരു കുഴപ്പമില്ല. അപ്പം മോള് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? കാരണം മോളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും അല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് എന്ന് നേഴ്സ് പറഞ്ഞു. പക്ഷെ അലീനയ്ക്കല്ലേ സത്യാവസ്ഥ അറിയത്തുള്ളൂ, എന്താ ഏതാ കാര്യം എന്നൊക്കെ. സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പം അമ്മയെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞുതരാം, ഇറങ്ങി പോടിയെന്നും പറഞ്ഞുകൊണ്ട് അലറിയാനും. അലീനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ജ്യൂസ് കൊടുക്കണം. അങ്ങനെ ജ്യൂസ് കൊടുക്കാനായിട്ട് ചുണ്ടിൻ്റെ അടുത്തേക്ക് സ്ട്രോ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. പക്ഷേങ്കിൽ അത് വലിച്ചു കുടിക്കാനൊന്നും വാ തുറക്കാൻ പോലും കൂട്ടാക്കിയില്ല വൈജ. കാരണം ഇത്തിരി മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ വായ. അതിൽ കൂടെ സ്ട്രോ ഇറക്കി വിട്ട് വേണം കുടിപ്പിക്കാനായിട്ട്. അതേപോലും ഒന്ന് എന്ന് പൊളിക്കാൻ പോലും തയ്യാറായില്ല വൈജ. ആ സമയത്ത് അലീനയ്ക്ക് നല്ല വിഷമമായി. എന്താ ഇങ്ങനെ, പ്ലീസ് ഒന്ന് വാ തുറക്കാൻ പറയണം. പക്ഷേ എങ്കിൽ സമ്മതിച്ചില്ല. ഈ സമയത്ത് നേഴ്സ് പറഞ്ഞു, ഇങ്ങതാ ഞാൻ കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ നേഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിച്ചു കുടിച്ചു. നേഴ്സ് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ, സ്വന്തം മോളല്ലേ, മോളോട് പിണക്കമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. അലീനയ്ക്ക് സങ്കടം. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വൈജ പതുക്കെ തലയിച്ച് അലീനയെ ഒന്ന് നോക്കുകയാണ്. അലീന പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അങ്ങനെ നേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അലീന അവിടെ ഇരുന്നു. പിന്നീട് അലീന വൈജയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, അതെ പെട്ടെന്ന് ശരിയാകും. ഒരു പക്ഷേ മോളിങ്ങനെ നോക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും മോളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞതേ, ആ സ്ലിങ്ങിലിട്ടിരിക്കുന്ന കൈ അധികം അനക്കാൻ പാടില്ല, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കയ്യെ പ്ലാസ്റ്റർ ഇടാനായിട്ട് എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതേ മറ്റേ കൈക്ക് വേദന ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാം. വേദന കാണും, അത് കാര്യമാക്കണ്ട, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്താണല്ലോ ഇവിടെ കൊണ്ടുവന്ന കോലം എന്തായിരുന്നു, അത് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ കരുതി കിട്ടത്തുപോലില്ലെന്ന് കരുതാ, എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാ. ഇനി മനസ്സാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബലപ്പെടുത്തിയെടുക്കുക. ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് വരും അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ നേഴ്സിനോട് BP അതുപോലെ പനിയൊക്കെ ചെക്ക് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ
ഡോക്ടറോട് നേഴ്സ് പറയാണ്. അങ്ങനെ അതിനുശേഷം ഡോക്ടർ നേഴ്സും അങ്ങോട്ട് പോയപ്പം അലീനെ അടുത്തിരുന്ന് വൈജയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീനയ്ക്ക് പോവാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നീട് അലീന പുറത്തേക്ക് വരുമ്പോൾ സുലോചന ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സുലോചന ചോദിച്ചു, നേരെ ഇത്ര ആയില്ലേ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് സാരമില്ല ആൻറ്റി കയറിക്കോളാൻ പറയണം. അങ്ങനെ സുലോചന അങ്ങോട്ട് കയറി. ഈ സമയത്ത് അലീന അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനെ കാണുന്നില്ല. അപ്പോഴാണ് ഓർത്തെ സുലോചന ആൻറ്റി പറഞ്ഞായിരുന്നു ഗോവർദ്ധന ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് പോയെന്ന്. ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ കോള് വരുന്നേ. ബാലേന്ദ്രൻ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സമയം കുറേ ആയല്ലോ, ഇറങ്ങാറായില്ലേ എന്ന് ചോദിച്ചു. ഇറങ്ങാൻ തുടങ്ങുക. അല്ല ഗോവർദ്ധനില്ല അവിടെ? അല്ല പുറത്തേക്ക് എങ്ങാണ്ട് പോയി. ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നോ സുലോചന ആൻറ്റി പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, നോക്ക് ഗോവർദ്ധനം വരുമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 4 കിലോമീറ്റർ അല്ലേ ഉള്ളു അച്ഛാ ഇവിടുന്ന് അവിടം വരെ. ഞാനേ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണെങ്കിലും വന്നോളാം, ഗോവർദ്ധനങ്ങൾ വന്നില്ലെങ്കിൽ. അത് വേണോ? പുറത്തിറങ്ങണേ, കാരണം ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പുറത്തിറങ്ങിയാലേ ഓട്ടോ കിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല അച്ഛാ, 2 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പുറത്തേക്ക് ഇറങ്ങാം, പിന്നെ ഓട്ടോറിക്ഷ കിട്ടുമല്ലോ. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേന്ന് പറഞ്ഞു. ശരി ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, 1/2 മണിക്കൂറും കൊണ്ട് ഞാൻ അവിടെ എത്തും എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുക. ഇതേ സമയം നേഴ്സ് വന്ന് വൈജയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു, അല്ല ദാഹിക്കുന്നുണ്ടോ, വെള്ളം വേണോ, കരിക്കും വെള്ളം തരാമെന്നൊക്കെ പറയണം. വൈജ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കണം. അല്ലെങ്കിലും മിണ്ടാനൊന്നും പറ്റില്ലല്ലോ. പിന്നീട് നേഴ്സ് വന്ന് സുലോചനയോട് ചോദിച്ചു, അല്ല ആ കുട്ടി ഇവരുടെ സ്വന്തം മോളല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുലോചന എന്ന് ഞെട്ടി. സുലോചന ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ആ കുട്ടിയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്ന ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എതിർപ്പാന്ന് പറയണം. അത് ചിലപ്പം അവളോട് വല്ല പിണക്കം എന്തെങ്കിലും കാണും, അതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് വൈജയോട് ചോദിച്ചു, എന്താ ചേച്ചിക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നേഴ്സ് പറഞ്ഞു, ആ കുട്ടി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയ സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു, ആ കുട്ടി സ്വന്തം മോളല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അപ്പോൾ അവർ കടലാസിൽ എഴുതി കാണിക്കുക അല്ലെന്ന്. ഇത് കേട്ടപ്പോൾ സുലോചനയ്ക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല. സുലോചന പറഞ്ഞു, അല്ല അത് പിന്നെ അല്ല ഇവരുടെ മോളല്ലേ, അത് ഇവരുടെ മൂത്ത മോളാന്നാണല്ലോ പറഞ്ഞേ, എന്നിട്ട് എന്താ മോളല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുലോചന പറഞ്ഞു, അതുണ്ടല്ലോ ബാലേട്ടൻ്റെ മോളാന്ന് പറയണം, ചേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അലീന ഉണ്ടെന്ന് പറയണോ. ഓ അങ്ങനെയാണല്ലേ, ഇപ്പോഴാ കാര്യം മനസ്സിലായത്. അല്ല അപ്പം ആ കുട്ടിയുടെ അമ്മയോ? അത് മരിച്ചു പോയെന്ന് പറയണം. അപ്പം ഇത് 2ാം കല്യാണം അല്ലേ? അത് കേട്ടപ്പോൾ വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറുകി. അപ്പോഴേക്കും അവർ പറഞ്ഞു, അതെ വേറൊരു കല്യാണത്തിന്, സുലോചന പറഞ്ഞു വേറൊരു കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു, പിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചാന്നൊക്കെ പറയണം. ഓ ശരിയാ, അപ്പം ഇത്രയും കാലമായിട്ട് ഇവരുടെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല. ഈ 2ആനമ്മപ്പോരെന്ന് പറഞ്ഞാണ്ടല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മായിമ്മപ്പോരും മരുമോള് പോരും, അങ്ങനെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒന്നാണ് ഈ 2ആനമ്മപ്പോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ കുട്ടി എത്ര സഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോഴാണെങ്കിലും അതൊരു പാവ, ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, ചിലരെങ്ങനെയാന്ന് പറഞ്ഞു. എന്നാലും ഉണ്ടല്ലോ ഇവർക്കിത് എന്തിൻ്റെയത്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുടെയൊക്കെ പറയുന്ന കേട്ടു, രാത്രി 1:30 സമയത്ത് ഭർത്താവിനോട് പിണങ്ങി സാറിനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ സമയത്ത് ആക്സിഡന്റ് ഉണ്ടായെന്ന്. അപ്പം ഇച്ചിരി തൻ്റെ ഇടമൊന്നുമല്ല, നല്ല തൻ്റെ ഇടം തന്നെയുണ്ടെന്ന് നേഴ്സ് പറയണം. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയണം. ഇവിടെ പറയുന്നത് കേട്ടാ ഞാനങ്ങോട്ട് പറഞ്ഞതേ അറിഞ്ഞ കാര്യം. പിന്നെ ബാലേന്ദ്രൻ സാറിനെ എനിക്കറിയാമെന്ന് പറയാണ്. ഞങ്ങൾ എപ്പോൾ സ്വർണ്ണം എടുത്താലും ഞങ്ങൾ അവിടുന്ന് സ്വർണ്ണം എടുക്കാറുള്ളൂ. സാറിൻ്റെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യനാ, എത്ര നല്ല ഭവ്യതയോട് കൂടിയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുന്നതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അന്നും മുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സാറിൻ്റെ വൈഫ് ആയതുകൊണ്ട് ആ സ്പെഷ്യൽ കെയർ കൊടുത്താൽ നോക്കുന്നത്. പക്ഷെ ഇവര് എന്നൊക്കെ ഇങ്ങനെ അവർ പറയണം. ആ സമയം സുലോചന പറഞ്ഞു, അല്ലേലും ബാലേട്ടൻ അങ്ങനെയാ, എല്ലാവരുടെയും നന്നായിട്ടേ പെരുമാറത്തുള്ളൂ, ആള് പാവാന്നൊക്കെ പറയണം. വൈജയാണെ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത്. എന്തിനേറെ പറയുന്നു, അവിടെ നിൽക്കുന്ന നേഴ്സിന് പോലും വൈജയുടെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നേഴ്സ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. സുലോചന വൈജയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേനും വൈജയുടെ മുഖമൊക്കെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. പിന്നീട് കുറച്ചും കൂടെ സന്ധ്യ. ഈ സമയത്തും അലീന വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ കൃഷ്ണമോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ കൃഷ്ണമോളെ വിളിച്ചു. അല്ല അലീന എത്തിയില്ലെന്ന് ചോദിക്കുക. ഇല്ലച്ചാ വന്നില്ല. അല്ല നീ അവളെ വിളിച്ചായിരുന്നോ? ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു, അമ്മയുടെ അടുത്താന്ന് പറഞ്ഞായിരുന്നു. അല്ല എന്താച്ചാ എത്ര സമയമായിട്ടും വൈകുന്നേ? അറിയില്ല. അല്ല അച്ഛനൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 3/4 മണിക്കൂറായി. 3 പ്രാവശ്യം വന്നിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ഇതെന്താ ഇത്ര സമയമായിട്ടും വൈകുന്നേ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ബാലേന്ദ്രൻ ആകെപ്പാട് ടെൻഷൻ. ബാലേന്ദ്രൻ പെട്ടെന്ന് ഗോവർദ്ധനെ വിളിക്കണം. എടാ നീ ഇതെവിടെയാ?
ഞാൻ ഹോസ്പിറ്റലാ. അല്ല അലീന ഉണ്ടോ അവിടെ? അലീനെ പോന്നല്ലോ. എടാ നിന്നെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നല്ലോ അലീനെ കൊണ്ടുവരണമെന്ന്. ആ സമയത്ത് നീ ഇത് എവിടെ പോയതാ? അലീന ഇവിടെ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, എത്തിയില്ല. അപ്പൊ തന്നെ പോന്നെന്നുള്ള അറിഞ്ഞേ. അല്ല നീ എന്നിട്ട് അന്വേഷിച്ചില്ല അവള് പോയോ ഇല്ലയോ എന്നൊക്കെ? അല്ല അത് പിന്നെ ബാലേട്ടാ, നീ ആ സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നടാ? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച നിനക്ക് ചെയ്യാൻ മേലേ? അതെന്നെ ശിവേട്ടൻ വിളിച്ചായിരുന്നു. എന്തിനാ അയാള് വിളിപ്പിച്ചേ? അത് ഹോട്ടൽ റൂമിലേക്കാ വിളിപ്പിച്ചേ, കുറച്ച് പൈസ തരാനായിട്ട്. എത്ര രൂപ തന്നിട്ട്? 1,00,000 രൂപ. 1,00,000 രൂപ എന്ന് പറയണില്ല. ഒരു കാര്യം ചെയ്യുക, നീ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ചോദിച്ചു, എന്താ അച്ഛാ അലീന ചേച്ചി എന്തിയെ? അലീന ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. മോള് പെട്ടെന്ന് റെഡിയാവോ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോവേണ്ട വരും എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ബാലേന്ദ്രന് മനസ്സിലായി എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീട് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ്. വരണ സമയത്ത് ബാലേന്ദ്രൻ കാർ നിർത്തിയിട്ടിട്ട് ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് ചോദിച്ചു, അലീന എവിടെയെന്ന് ചോദിക്കുകയാണ്. ശിവശങ്കരൻ നല്ല ദേഷ്യമായിരുന്നു. ശിവശങ്കരൻ അറിയായിരുന്നു ബാലേന്ദ്രൻ വിളിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യത്തോടെ ശിവശങ്കരൻ പറഞ്ഞു, അവളെവിടെയെന്ന് എന്നോടാണ് ചോദിക്കുന്നത്? എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നീയല്ലേ ഗാർഡിയൻ, നീ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ദേ ശിവേട്ട, ഒരു കാര്യം ഞാൻ പറയാം, തീക്കൊള്ളി കൊണ്ടാ കളിക്കണമെന്ന് ഓർമ്മ വേണം. നീ ഒന്ന് പോടാന്ന് പറയണം. ദേ ഹലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ വിടത്തില്ല. ഞാൻ കൊണ്ട കേസ് കൊടുക്കാൻ പോവാ, നീ കൊണ്ട കേസ് കൊടുക്കടാ. ഇത് കേട്ട് ബാലേന്ദ്രന് ദേഷ്യം വന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ കുടുംബത്തെ മൊത്തം ഞാൻ നശിപ്പിക്കും. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. കാരണം നിങ്ങൾ അവളെ എന്തോ ചെയ്തിട്ടുണ്ട്. സത്യം പറയുന്ന നിനക്ക് നല്ലത്. നീ ഒന്ന് പോടാ അവിടുന്ന്. അവൻ വന്നിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്ന്. കാരണം അല്ലെങ്കിൽ അലീനെ അവളെ എന്തിയെ, അവൾക്ക് എന്ത് പറ്റി എന്നെങ്കിലും നിങ്ങളൊന്ന് തിരിച്ച് ചോദിക്കേണ്ടതായിരുന്നു. അവൾ എവിടെ പോയെന്ന് അതുപോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല. അതിനർത്ഥം അവൾ എവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമെന്നാ. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഗൾഫിലേക്ക് പോക്കൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല, നേരെ പരലോകത്തേക്കായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ ദേഷ്യമായി. ശിവശങ്കരൻ പറഞ്ഞു, നീ ഒന്ന് പോടാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ പരലോകത്തേക്ക് വിടാനാരാ, കാലിനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ അവിടെ കിടക്കുവാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ നല്ല കട്ടക്കലിപ്പായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണമോട് ചോദിച്ചു, അച്ഛാ അലീന ചേച്ചി എവിടെയാണെന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല മോളേന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, നിന്റെ ഫോണില്ലേ ഉണ്ട്, ആ ഗോവർദ്ധൻ ഒരു മെസ്സേജ് അയക്കുക, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക, ഹോസ്പിറ്റലിൽ കാണണമെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് മെസ്സേജ് അയച്ചു. പെട്ടെന്ന് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടുവാണ്. ഈ സമയത്ത് അലീനയെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടേ തള്ളുവാണ്. അപ്പം അലീനയുടെ വായിക്കകത്തൊക്കെ തുണുകുത്ത് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് അലീനയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടേ തള്ളുക. അലീനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.